എല്ലാവർക്കും നമസ്തേ. മിഥുനമാസ ചതയത്തോടനുബന്ധിച്ച് ഇന്നിവിടെ പ്രഭാഷണം പറയാനെത്തിയിരിക്കുന്നത് ശ്രീമതി സൗമ്യ ഷിജു. നമ്മുടെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ഒരു പഠിതാവാണ്. നമ്മൾ പഠന ക്ലാസ്സിന് ശേഷം നമ്മുടെ നാമ്പടം അമ്പലത്തിൻ്റെ നടയിലാണ് ആദ്യമായിട്ട്, കുരുക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ പ്രഭാഷണത്തിൻ്റെ ഒരു അരങ്ങേറ്റം നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ചതയത്തിൽ സൂചിപ്പിച്ചിരുന്നെങ്കിലും അസൗകര്യം കാരണമാണ് വരൻചയ്ക്കായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നതാണ്. എല്ലാം പ്രോത്സാഹനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശ്രീമതി സൗമ്യ ഷിജുവിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുണ്ടല്ലോ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശാഖ നമ്പർ 26 മറിയപ്പള്ളി ശാഖയിലെ ശ്രീനാരായണീയർ. ഇത് ശാഖായോഗം പ്രസിഡൻറ്റ് അനിയച്ചൻ 60, സെക്രട്ടറി സൈൻജു ടി കാഞ്ഞിരപ്പള്ളി, വൈസ് പ്രസിഡൻറ്റ് പ്രമോദ് പ്രണവ്, വനിതാ സംഘം പ്രസിഡൻറ്റ് പ്രിയാദേവി അശ്വതി, സെക്രട്ടറി ബീന ജയൻ, വൈസ് പ്രസിഡൻറ്റ് ശോഭന വിശ്വനാഥൻ, യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡൻറ്റ് വിഷ്ണു സുഭാഷ്, സെക്രട്ടറി വിഷ്ണു ബാലൻ, വൈസ് പ്രസിഡൻറ്റ് രാജേഷ്, ജോയിൻറ്റ് സെക്രട്ടറി അഭിജിത്ത്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ശ്രീനാരായണ ഭക്തർക്കും എൻ്റെ നമസ്തേ. അപ്പം ഞാൻ പറഞ്ഞ അധികം വേദികളിലൊന്നും പോയൊരു പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷനുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഭാഷണങ്ങളൊക്കെ കേട്ട് നല്ല അറിവുള്ളവരാണ് മറിയപ്പള്ളിയിലുള്ള ശ്രീനാരായണ ഭക്തർ എന്ന് എനിക്കറിയാം. ഒരുപാട് നല്ല നല്ല പരിപാടികൾ ഇവിടെ നടക്കുന്നത് ഞാൻ യൂട്യൂബിലൂടെയൊക്കെ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ പല പ്രാവശ്യം രഞ്ജിത്ത് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി. അപ്പോൾ ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിലൊരു പഠിതാവായി വരാൻ ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. അതിന് നല്ലൊരു പിന്തുണ ഇവിടുത്തെ നിങ്ങളുടെയെല്ലാം പ്രിയങ്കരനായ, ഞങ്ങളുടെയും പ്രിയങ്കരനായ നമ്മുടെ രഞ്ജിത്ത് ചേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു. ഒരുപാട് അമ്മമാരും ചേച്ചിമാരുമൊക്കെ ഉണ്ട്. അതോടൊപ്പം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയത് കുറച്ച് ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ആ കൂടെ ഇരുന്ന് കൃതി ആലപിക്കുന്നത് കണ്ടപ്പോഴാണ്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സൗഭാഗ്യം സിദ്ധിക്കാറില്ല. പെണ്ണുങ്ങളുടെ മാത്രം ഒരു എന്താ പറയുക, അവരുടെ മാത്രം ഒരു അവകാശമാണ് പ്രാർത്ഥന. ഞങ്ങൾക്ക് മേൽനോട്ടങ്ങളൊക്കെ വഹിച്ചാൽ മതി, ഞങ്ങളുടെ ഒരു ഇതിൽ പെടുന്നതല്ല എന്നുള്ളൊരു രീതിയിലാണ് പല അച്ഛന്മാരും ചേട്ടന്മാരും ഒക്കെ ഇങ്ങനെയുള്ള സദസ്സിലൊക്കെ വരുമ്പോഴത്തേക്കിനും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് അച്ഛന്മാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ ഈ ദർശന സംഘമൊക്കെ നടത്തി ഇവിടെ മനോജ് മാവുങ്ങളെ പോലുള്ള വലിയ വലിയ പ്രഭാഷകരൊക്കെ വന്ന് നിറഞ്ഞ് പോയ വേദിയാണ്. സന്ധ്യ വിജയകുമാർ, അങ്ങനെ ദിനു സന്തോഷ്. അപ്പം അവരുടെയൊക്കെ ഒരു ചുവട് പറ്റി ഞാനും ഈ മണ്ണിൽ ഇങ്ങനെ വന്നാൻ ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എളിയ അറിവിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാസച്ചതയമാണ് അല്ലേ, ഭഗവാന്റെ തിരുജയന്തി.
ഒരു കാലഘട്ടത്തിൽ നമ്മൾ വർഷത്തിലൊന്നൊക്കെ ആചരിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് വളരെ മുന്നോട്ട് നമ്മുടെ ഗുരുവിൻ്റെ ദർശനം നമ്മുടെയൊക്കെ ഉള്ളിലെത്തി എന്നതിൻ്റെ ഒരു തെളിവാണ് വളരെ ഭംഗിയായിട്ട് എല്ലാ മാസവും കുടുംബസമേതമൊക്കെ വന്നിരുന്ന് നമുക്കിങ്ങനെ മാസച്ചതയം ആചരിക്കാൻ, ആഘോഷത്തിൽ നിന്നും ഒരു ആചരണത്തിലേക്ക് മാറാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ആചരിക്കുമ്പോഴും ഭഗവാൻ ശ്രീനാരായണ ഗുരു എന്ന് നമ്മൾ പറയുമ്പോൾ ചിലരുടെയൊക്കെ ഉള്ളിൽ ഭഗവാനോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ദൈവമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? നമുക്കവരെയൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കറിയില്ല ഗുരുവിനെ. ഗുരു ആരാണെന്ന് അറിയണമെങ്കിൽ ഗുരുവിൻ്റെ ദർശനം അറിഞ്ഞ് അടിസ്ഥാനമിട്ട് നമ്മൾ പഠിച്ച് ജീവിക്കണം, അല്ലേ? ഗുരുവിൻ്റെ ദർശനത്തിലൂടെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നമ്മൾ ദൈവമായി നമ്മുടെ ദൈവത്തെ നമുക്ക് പൂജിക്കാനും പൂർണ്ണമായ മനസ്സോടുകൂടി ആ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന ഒരു കാലഘട്ടത്തെപ്പറ്റി നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ അവസ്ഥയൊക്കെ എന്തായിരുന്നു? ജാതീയതയും വർഗീയതയും ഒക്കെ കൊടുകുത്തിയിരുന്ന ഒരു കാലഘട്ടം, മനുഷ്യനെ കാണാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം, അല്ലേ? അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മുടെ പൂർവികരൊക്കെ ആ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളിലും എത്തിപ്പെട്ടത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ആ അനുഗ്രഹം, ആ സാന്നിധ്യം ഒന്നുകൊണ്ടാണ്. ഈ ഭാരത മണ്ണിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സാന്നിധ്യം അറിയിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഋഷീശ്വരന്മാരുണ്ടായിരുന്നു, അല്ലേ? പക്ഷേ അവർക്കൊന്നും നമ്മുടെ ഈ അന്ന് അനുഭവിച്ച ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുവാൻ സാധിക്കുമായിരുന്നില്ല. അതിന് തൃപ്പാദങ്ങളുടെ ആ സാന്നിധ്യം തന്നെ വേണ്ടി വന്നു. നീണ്ട 5 വർഷക്കാലത്തെ തപസ്സുകൊണ്ട് നേടിയ ആത്മജ്ഞാനം മറ്റുള്ള ഋഷീശ്വരന്മാരെ പോലെ തന്നെ നാരായണ ഗുരുവിനും ആ ആത്മജ്ഞാനത്തിൽ ആനന്ദത്തിൽ മുഴുകി ആ ജീവിതകാലം ശിഷ്ടകാലം കഴിച്ചു കൂട്ടാമായിരുന്നു. പക്ഷേ ഗുരു അങ്ങനെയാണോ ചെയ്തത്? അല്ല. ഗുരു ഉള്ളൂരിൻ്റെ വരികൾ നമുക്ക് കടമെടുക്കാം. തന്നാൽ കരേറിടേണ്ടവരൊക്കെ താഴത്ത് പാഴ്ചയേറ്റിലമർന്നിരിക്കെ താൻ ഒറ്റയ്ക്ക് ബ്രഹ്മപദം കൊതിക്കും തപോന്നിരിക്കും. ഇത് ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞു. ആ ഒരവസ്ഥയിൽ ആ പാഴ്ചേറ്റിൽ കടന്ന് നമ്മുടെ ആ പൂർവികരെ കൈപിടിച്ചുയർത്തുവാൻ തനിക്ക് കിട്ടിയ ആ തപസ് കൊണ്ട് താൻ നേടിയ ആ ബ്രഹ്മജ്ഞാനം നമ്മളിലേക്ക് ഗുരു പ്രവഹിച്ചു തരികയായിരുന്നു ചെയ്തേ, അല്ലേ? അതിനാണ് ആ മരുന്ന് മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഈ പാഴ്ചേറ്റിലേക്ക് നമ്മളെപ്പോലെയുള്ള അശരണരുടെ ഇടയിലേക്ക് നാരായണ ഗുരു കടന്നു വന്നത്. തനിക്ക് ലഭിച്ച ആ ആത്മസാക്ഷാത്കാരം എന്തായിരുന്നു എന്ന് ഗുരു തൻ്റെ ഗുരുദേവ കൃതികളിലൂടെയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ന് നമ്മൾ എല്ലാ ഗൃഹങ്ങളിലും കൃതികൾ പാരായണം ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ വളരെ നമുക്കറിയാൻ മേലായിരുന്നു എങ്ങനെയാണ് കൃതി ആലപിക്കേണ്ടതെന്ന്, അക്ഷരശുദ്ധിയോടുകൂടി ജപിക്കുന്നത് എങ്ങനെയാണ്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊന്നും അറിയാൻ മേലാത്തൊരു പൂർവ്വകാലം നമ്മുടെ തലമുറയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്കൊക്കെ ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിച്ചത് നാരായണ ഗുരുവിൻ്റെ കടന്നുവരവ് കൊണ്ടാണ്. ആ ഗുരുവിനെ ദൈവമായി പൂജിക്കാതെ പിന്നെ ആരായിട്ടാണ് നമ്മൾ കാണേണ്ടത്? സാമൂഹിക പരിഷ്കർത്താവായി കാണുന്ന ഒരു പറ്റം ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. നവോത്ഥാന നായകനായി കാണുന്ന ആളുകളുമുണ്ട്, കവിയായിട്ട് കാണുന്ന ആളുകളുമുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടം കൊണ്ട് ഗുരു തീരുന്നില്ല. അതിനും അപ്പുറത്തേക്കാണ് ഗുരു എന്നറിയണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ബഹുദൂരം യാത്ര ചെയ്യണം. ഒരു സത്യാന്വേഷി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, സത്യത്തിൽ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് അനുഭവിച്ച് നമുക്ക് കാണിച്ചു തന്ന, ജീവിച്ച് കാണിച്ചു തന്ന ഋഷീശ്വരനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പഷ്ടമായിട്ട് തന്നെ പറയാം, എൻ്റെ ഗുരു എൻ്റെ ഭഗവാനാണ് എന്ന്. ഭഗവാനെ മുറുകെ പിടിക്കുന്നവർക്ക്, ഗുരുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് ഒരിക്കലും ഒരു അല്ലലും അലച്ചിലും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, അല്ലേ? എല്ലാവരും തന്നെ അങ്ങനെയുള്ളവരാണ്.
ഗുരുവിൻ്റെ ഒരു ആചാര്യൻ്റെ ലക്ഷണമുണ്ട്. ആജിനോദീച്ച ശാസ്ത്രാർത്ഥം ആചാര്യ സ്ഥാപയത്യപി സ്വയം ആചരതേ ആചാര്യ പ്രകൃതിധ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആചാരത്തിൽ കൊണ്ടുവരികയും അത് അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ആണ് ആചാര്യൻ. നാരായണ ഗുരു അങ്ങനെ തന്നെ ചെയ്ത ഒരു മഹത് ഋഷീശ്വരനാണ്. ആ ഗുരു നമുക്കായി നൽകിയിരിക്കുന്ന ഒരുപാട് കൃതികളുണ്ട് അല്ലേ. നമ്മളെല്ലാം നിത്യം പാരായണം ചെയ്യുന്ന കൃതികളുണ്ട്. എന്താണ്? സ്തോത്രകൃതികൾ, പ്രബോധനാത്മക കൃതികൾ, ദാർശനിക കൃതികൾ, അങ്ങനെ ഒരുപാട് കൃതികളുണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗുരു പറഞ്ഞു തന്നിരിക്കുന്നതൊക്കെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ ഇതിഹാസത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും ഒക്കെ പകർന്നു വെച്ചിരിക്കുന്നതെന്ന്. അതിനെയൊക്കെ ഒരു കാപ്സൂൾ പരുവത്തിലാക്കി ഗുരുദേവ കൃതിയിലൂടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഗുരു പറഞ്ഞു തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് നാം ജീവിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് നാം നമ്മുടെ മക്കളെ വളർത്തേണ്ടതെന്ന്, നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്, അങ്ങനെ എന്ന് വേണ്ട സകല കാര്യങ്ങളും ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്ന ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്, അങ്ങനെയുള്ള നമ്മുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് വളരെ ഭംഗിയായിട്ട് ഗുരു നമുക്ക് ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഗുരുദേവ കൃതി എടുത്താൽ നമുക്കറിയാം, ആദ്യം സ്തോത്രകൃതികളാണ് അല്ലേ. ഒരു ഭക്തൻ ആദ്യം ചെയ്യുന്നത് എന്താ? ഒരു പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ നാം ആദ്യം തന്നെ ഭക്തിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ആ പ്രാർത്ഥനയാണ് സ്തോത്രകൃതികളിലൂടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ആ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണമെന്നുമൊക്കെ സ്തോത്രകൃതികളിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു കുഞ്ഞ് വളരുന്ന പോലെയാണ് നമുക്ക് ആ ഭക്തിയുടെ ആ തലത്തിലൂടെ നമ്മളെ ഗുരു വഴി നടത്തിക്കൊണ്ട് പോകുന്നത്. ചിന്തിച്ച് നോക്കിയേ, സ്തോത്രകൃതി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് എന്താണ്? പ്രബോധനാത്മക കൃതികളാണ് അല്ലേ. ആ പ്രബോധനാത്മക കൃതികളിൽ എന്താണ് ഗുരു പറയുന്നത്? നാം എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അല്ലേ. ഒരു അനുകമ്പാദശകം എന്ന പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത്? പ്രബോധനാത്മക കൃതിയാണ്. അതിനകത്ത് എന്താ പറയുന്നത്? ഒരു പീഡയെറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പയും സദാ അല്ലേ. ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുതെന്നാണ് പറയുന്നത്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? കരുണാകര എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നണമെന്നാണ് പ്രാർത്ഥന. നിങ്ങൾക്കെല്ലാം ആ പ്രാർത്ഥന അറിയാം, അതുകൊണ്ട് അത്രയും അത് ഞാൻ ഷോർട്ടാക്കിയത് അല്ലേ. ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുതെന്ന്. അപ്പം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത രീതിയിൽ വേണം നാം ജീവിക്കാൻ. നമ്മുടെ ജീവിതത്തെ അങ്ങനെ വേണം കൊണ്ടുപോകാൻ. നമ്മൾ അങ്ങനെ ജീവിച്ചാലേ ഉള്ളൂ നമ്മുടെ വരുന്ന തലമുറയെ നമുക്ക് ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗുരു പറയുന്നുണ്ട്, അരുള്, അൻപ്, അനുകമ്പ അല്ലേ. ആ തലത്തിലൂടെ വേണം നാം മുന്നോട്ട് പോകാൻ. നമ്മുടെ ഉള്ളിൽ അരുളായിട്ട് ഈശ്വരൻ വരുമ്പോൾ അത് അൻപായിട്ട് അത് മറ്റുള്ളവരിലേക്ക് പ്രവഹിച്ച് നമ്മൾ കൊടുക്കണം. അത് അനുകമ്പയായിട്ട് അവർ അത് സ്വീകരിക്കും അല്ലേ. അരുളും അൻപും അനുകമ്പയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല മനുഷ്യനായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാർശനിക കൃതിയാണ്. ഇവിടെ ആത്മോപദേശ ശതകം എന്ന പ്രാർത്ഥന, 100 ശ്ലോകങ്ങളുള്ള പ്രാർത്ഥന എല്ലാവർക്കും അറിയാം അല്ലേ. ആ പ്രാർത്ഥനയിൽ എന്താണ്? ആദ്യത്തെ വരി തന്നെ എന്താ? അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് അല്ലേ. അറിവിലും ഏറി അറിവ്. നമുക്കെല്ലാം ഉണ്ട് അറിവ് അല്ലേ. ഇന്നത്തെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അമ്മമാർക്കോ സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ അറിവില്ലാത്തവരാണോ? എല്ലാവർക്കും അറിവുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അറിവില്ലേ? എല്ലാവർക്കും അറിവുണ്ട്. പക്ഷേ ആ ഏറിയ അറിവ് നമുക്കുണ്ടോ? ആ ഏറിയ അറിവ് എന്താണ്? അതാണ് തിരിച്ചറിവ്. ഭൗതികമായ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് നാം നമ്മുടെ മക്കൾക്കെല്ലാം അറിവ് പകർന്നു കൊടുക്കും. പക്ഷേ ആത്മീയതയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു ദോഷവശമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വേണ്ടത്, അവർക്ക് ഭൗതികമായ നേട്ടത്തിന് വേണ്ടതെല്ലാം നമ്മൾ അവർക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസം,
അവരാവശ്യപ്പെടുന്ന വസ്ത്രം, കാറ്, വണ്ടി, എന്ത് പറഞ്ഞാലും നമ്മൾ സാധിച്ചു കൊടുക്കും. അതിനും അപ്പുറത്തേക്ക് അവരെ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ എത്ര മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് 2 നേരം സ്വന്തം വീട്ടിൽ വിളക്ക് അടിച്ചു നനച്ച് കുളിച്ചൊന്ന് വിളക്ക് കത്തിക്കാൻ പറഞ്ഞാൽ നമ്മുടെ എത്ര മക്കൾക്ക് മനസ്സോടുകൂടി ചെയ്യാൻ സാധിക്കും? അല്ലേ? വളരെ അപൂർവം കുടുംബങ്ങളിലേ അത് സാധിക്കുകയുള്ളൂ. കാരണം ചിട്ടയോടുകൂടി അങ്ങനെ ഒരു ദിനവൃത്തിയിലൂടെ കഴിയുന്ന ഒരു കുടുംബത്തിന് അവിടെ വളരുന്ന കുഞ്ഞുങ്ങളെ ആ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളാണെന്ന് പറയും. പക്ഷേ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് സ്ത്രീ ഒറ്റയ്ക്കാണോ? അല്ല, അത് അച്ഛനും അമ്മയും കൂടി ചേർന്ന് ആണ്. അച്ഛനും അമ്മ ഇപ്പോഴത്തെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ എല്ലാവരും പറയും, എൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നല്ല പറയണ്ടേ, ഞങ്ങൾ ഗർഭിണിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടതെന്നാണ്. കാരണം അതങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കുഞ്ഞിനെ നാം സൃഷ്ടിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിലൊരു മുന്നൊരുക്കം നടത്തണം. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്ന് ഭവിക്കേണ്ടത്, ആ കുഞ്ഞിനെ നാം ഈ ലോകത്തിന് എങ്ങനെയാണ് വളർത്തി സംഭാവന ചെയ്യേണ്ടതെന്ന്. അതിന് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ല നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാനായിട്ട് ഒരമ്മയെ തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് അതിനുള്ള ഒരു പരിതസ്ഥിതിയിൽ മക്കളെ നമ്മൾ ആകണം. എന്നിട്ട് വേണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ. അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി വളർന്നു വന്നതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ നാം ഈശ്വര വിശ്വാസത്തിലൂടെ വളർത്തിയെടുത്തു കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല. പക്ഷേ ഇന്നത്തെ ഒരു തലമുറയെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുട്ടിന് ആത്മഹത്യ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ തന്നെ സ്വയം പറയാറുണ്ടല്ലേ, എന്താണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? അവർക്കറിവില്ലാഞ്ഞിട്ടാണോ? എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ അടുത്തൊരു കൊച്ച് 24 വയസ്സുള്ള ആൺകൊച്ചിൻ്റെ മിടുക്കൻ ആത്മഹത്യ ചെയ്തു. കാരണം അന്വേഷിച്ച് വന്നപ്പോൾ അച്ഛൻ നല്ല ജോലിക്കാരൻ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അമ്മയും അതുപോലെ തന്നെ, ഒരു സഹോദരിയുള്ളതും നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞിനാണെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞതാണ്, ജോലിക്ക് പോകാറായേ. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. ആർക്കും കാര്യം അറിയത്തില്ല. അന്വേഷിച്ച് വന്നപ്പോഴെന്താ? പ്രേമനൈരാശ്യം. ഓർത്ത് നോക്കി, 24 വയസ്സ് വരെ നല്ല ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ, ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ല, അത്രയും ശോഭയുള്ള കുഞ്ഞ്. ഓർത്ത് നോക്കി, 24 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ചില്ലറ കഷ്ടപ്പാട് വല്ലതും ആണോ ഒരു മാതാപിതാക്കൾക്കുണ്ടാകുക? നമുക്കറിയാം അല്ലേ, അമ്മമാർക്ക് എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയേണ്ട കാര്യമില്ല. ഓർത്ത് നോക്കി, ആ കുഞ്ഞിനെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്ന ഒരു കാലഘട്ടം, അതിൽ നിന്ന് അതിനെ കോളേജ് തലത്തിലേക്ക് വിടുന്നത്, അത് തന്നെയാണോ നമ്മൾ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാക്കും? അവിടെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും നമ്മൾ ഓർക്കാറില്ല. ഇപ്പോൾ എൻ്റെ കൊച്ചു പറയുക, എന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കാശില്ല മോളെ, പിന്നെ ആട്ടെ എന്ന് നമ്മൾ വെക്കുമോ? അവിടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ പാട്ട് പഠിപ്പിക്കണം, നമ്മൾ കൊണ്ടുപോയി ചേർക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴും ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് മനസ്സിന് ബലമില്ലാതാകുന്നത് കൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ അവർ തകർന്നു പോകുന്നത്. ഒരു പെൺകുട്ടിയല്ല ജീവിതത്തിൻ്റെ അവസാനമെന്ന് അവർ ചിന്തിക്കുന്നില്ല. തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെപ്പറ്റി അവർ ഓർമ്മയിൽ പോലും വരുന്നില്ല. ആ ഒരു നിമിഷം അവൾ എന്നെ തേച്ചിട്ട് പോയി, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ് തേച്ചിട്ട് പോയി, അതുകൊണ്ട് ഞാനങ്ങ് ഇല്ലാതെ ആയേക്കാം അങ്ങനെ സംഭവിച്ചു പോയാൽ ആർക്കാണ് നഷ്ടം? ആ മാതാപിതാക്കൾക്ക് അല്ലേ? ആ കുഞ്ഞത് ചിന്തിക്കുന്നുണ്ടോ? തനിക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കണം. ആ തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ എങ്ങനെയാണ് നമുക്കതിന് സാധിക്കുക? അതിന് സാധിക്കണമെങ്കിൽ ഗുരുവിൻ്റെ ദർശനം അറിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ നാം ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ട് വരണം. അതിനാണ് നാം രവിവാര പാഠശാല പോലെയുള്ള പഠന ക്ലാസ്സുകളിലൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കണമെന്ന് പറയുന്നത്. വരുമ്പോഴേ ആ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് അരച്ച് കലക്കി കുടിച്ച് പഠിക്കുമെന്നുള്ളതല്ല, അവിടെ ഒരു സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക. ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ
വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ മുതിർന്നവരാരെങ്കിലും ആ വീട്ടിലോട്ടൊന്ന് കയറി ചെന്നാൽ എത്ര കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ട് ബഹുമാനത്തോടെ ഒന്ന് എഴുന്നേക്കും? എത്ര കുഞ്ഞുങ്ങൾ എഴുന്നേക്കും? ആ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും. അനുഭവസ്ഥർ. അതുകൊണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം അവർ മൊബൈൽ നോക്കി ഇരിക്കുമായിരിക്കും. അവർ നമ്മൾ വരുന്നതും പോകുന്നതും ഒന്നും അവരറിയുന്ന പോലും ഇല്ല. ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അത് രുചിയോടുകൂടി കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് എത്ര പേരുണ്ട്? കാരണം അവർക്ക് മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് കാണാൻ പോലുമുള്ള നേരമില്ല. ആ തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഈ മൊബൈലിലൂടെയൊക്കെ പരിചയപ്പെടുന്ന ആളുകളുടെ പുറകെ പോകുന്നു. അതുപോലെ തന്നെ അവർ എന്താ പറയുക, അവർ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനൊക്കെ കാരണം എന്താ? അടിത്തറയില്ലാതെ നമ്മൾ പിള്ളേരെ വളർത്തി. നമ്മൾ ഭൗതികമായ ആ ഉന്നമനത്തിന് വേണ്ടതൊക്കെ നാം നമ്മുടെ മക്കൾക്ക് കൊടുത്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് ആ കുഞ്ഞുങ്ങൾക്കറിയാൻ മേലാത്ത ഒരവസ്ഥയിലൂടെ അവർ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ആത്മീയത തന്നെ കൊടുക്കണം. ഗുരു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഭൗതികതയും ആത്മീയതയും നമ്മുടെ മുന്നിൽ നമുക്ക് സമർപ്പിച്ചത്, അല്ലേ? ഒന്നിനെയും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നോ? അങ്ങനെയായിരുന്നുവെങ്കിൽ കുമാരനാശാൻ ഗുരുവിൻ്റെ വത്സല ശിഷ്യനാണ്. ആ കുമാരനാശാൻ ഒരു ലൗകിക ജീവിതത്തിലേക്ക് പോകുമായിരുന്നോ? ഇല്ല. അതുപോലെ ഡോക്ടർ പൽപ്പു നമ്മുടെ സംഘടനയുടെ എന്താ പറയുക ജീവവായുവായിട്ട് നിന്ന ആ ഡോക്ടർ പൽപ്പു ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുമായിരുന്നു. അപ്പം എല്ലാത്തിനും ഗുരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നാം ജീവിക്കേണ്ടതെന്നും നമ്മളെ എങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടതെന്നും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഗുരു നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ നാം ഒന്ന് സഞ്ചരിച്ചാൽ മതി. അതിന് നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ കാലം ഇത്ര എത്തി. ഇനി വരുന്ന തലമുറയെ നാം ശരിയായ രീതിയിൽ കൊണ്ടെത്തിച്ചില്ല, വളർത്തിക്കൊണ്ട് വന്നില്ല എങ്കിൽ ഇതിലും ഭീകരമായ ഒരവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ രവിവാര പാഠശാല പോലെയുള്ള സത്സംഗങ്ങളിൽ പാഠശാലകളിലൊക്കെ വിട്ട് ചെറുപ്പത്തിൽ തന്നെ ആത്മീയതയുടെ ആദ്യ പടി അവരിലേക്ക് നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കണം. ഗുരു പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയില്ലാത്ത അവർക്ക് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണം, അല്ലേ? പ്രാർത്ഥന കഴിക്കാത്തവർക്ക് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ്? ഉപ്പില്ലായെങ്കിൽ നമുക്ക് ആ കഴിക്കുന്ന കഞ്ഞി ഇഷ്ടപ്പെടുമോ? അപ്പം ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെക്കും. എന്തായാലും ഇന്ദുപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. കാരണം അതില്ലാതെ നമുക്ക് വലിയ പാടാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കപ്പോൾ എന്താ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മ പറയുമായിരുന്നു, ഇത്രയും സമയം വരെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ നീ ഇപ്പം നിനക്ക് കഴിക്കാൻ തരത്തില്ല. അപ്പം എന്തായാലും കഴിക്കണം, എന്തെങ്കിലും വിഭവസമൃദ്ധമായി നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും. അപ്പോൾ എന്നാ ചെയ്യും? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ മണിക്കൂറുകൾ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. അമ്മ പറയുന്ന സമയം വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം നമുക്കിഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ശീലമായി വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്ക് അതില്ലാതെ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കാൻ പറ്റാത്ത പോലെ പ്രാർത്ഥന കഴിക്കാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നൊരവസ്ഥയെത്തി. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ആ ഒരു തലത്തിലൂടെ ചെറുപ്പം മുതലേ വളർന്നു വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഈ ഒരു പ്രായമാകുമ്പോഴും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ആ തലത്തിലൂടെ നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ കൊണ്ടെത്തിക്കണം. അപ്പം ആ ഗുരു പറഞ്ഞ ആത്മോപദേശ ശതകം എന്ന പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ഇത്രയും വരെ എത്തിയത്, അല്ലേ? അപ്പോൾ ആ പ്രാർത്ഥനയിൽ ആദ്യത്തെ വരിയിൽ തന്നെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ആ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ നാം നമ്മുടെ ശരിയായ അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മബോധം കൊടുക്കണം. അതിനുള്ള വഴികളാണ് ഗുരുദേവ കൃതികളിലൂടെ ഗുരു നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഏത് പുസ്തകം എടുത്ത്, ഇപ്പോൾ രാമായണം എടുത്ത് നോക്കിയാലും, രഞ്ജിത്തേട്ടൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു രാമായണമൊക്കെ വായിക്കുന്ന ഒരാളാണെന്ന്. അത്ര വലിയൊരു പാരായണക്കാരിയല്ല എങ്കിലും എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് ആ വഴിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഒരു അനുഭവം ഇതിൻ്റെ ഇടയിൽ കയറി പറയുകയാണ്. എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും രവിവാര പാഠശാലയിൽ പോകുന്ന കുഞ്ഞുങ്ങളാണ്.
അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ ചെറുപ്പം മുതലേ ഞാൻ അവിടെ കൊണ്ടെത്തിച്ചത് കൊണ്ട് അവർക്ക് അവരുടേതായ ഒരു സംസ്കാരമുണ്ട്. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ, എന്നെ കാണുമ്പോൾ നമസ്തേ എഴുന്നേറ്റ് വരുമ്പോഴേ ആ കുഞ്ഞുങ്ങൾ നമസ്തേ പറയാൻ പഠിച്ചു. പിന്നീട് അവരുടെ സഹപ്രവർത്തകരെ കാണുമ്പോൾ നമസ്തേ പറയാൻ പഠിച്ചു. അതുപോലെ ഈ അധ്യയന വർഷം ഞാൻ തന്നെ വളരെ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും എനിക്ക് തോന്നിയ ഒരു നിമിഷമുണ്ടായിരുന്നു. എൻ്റെ ഇളയ മോള് പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ അടുക്കളയിൽ അമ്മയെ പോകുകയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകണം മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് അവൾ അടുക്കളയിൽ ഓടി വന്നിട്ട് എൻ്റെ കാലിൽ തൊട്ട് വന്ദിച്ചു. അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോലും പറഞ്ഞു കൊടുക്കാതെ എൻ്റെ മോൾ അത് ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി. കാരണം അതൊരു സംസ്കാരമാണ്. അത് ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പോലും അറിയാതെ അവരിലേക്ക് എത്തിപ്പെട്ട ഒരു സംസ്കാരമാണ്. അത് ആ ചെറുപ്പം മുതലേ നമ്മൾ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് പ്രഭാഷണങ്ങളും നല്ല നല്ല ആളുകളുടെ ക്ലാസ്സുകളും ഒക്കെ കേൾക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ തലമുറയെ നമുക്കിങ്ങനെ ഒന്ന് കൊണ്ടുവരണമെങ്കിൽ വലിയ പാടാണ്. നമുക്ക് കതിരെ കൊണ്ട് വളം വെച്ചാൽ പറ്റുമോ? ഇല്ല. അതിന് നാം ചെറുപ്പം മുതലേ തന്നെ ആ കുഞ്ഞുങ്ങളെ ആ പാതയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ കാണാമല്ലേ, യൂത്ത് പോയിന്റിലൊക്കെ ഒരാളെ എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ശാഖകളിലും ഇല്ല. എന്താ, അവർക്ക് ഈ സംഘടനാ പ്രവർത്തനത്തോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് വേണ്ടതൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ സംഘടന എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അവിടെ നിന്ന് അതൊക്കെ മാറി ചിന്തിച്ച് നമുക്ക് നമ്മളുടേതെന്ന് പറയണമെങ്കിൽ നമ്മുടെ സംഘടന വേണം, നമ്മുടെ ക്ഷേത്രം വേണം എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം കൊണ്ടുവരണം. ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ പൂർവികർ ഇതുപോലെ ഒരു ക്ഷേത്രത്തിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമായിരുന്നോ? ഇതിന് ക്ഷേത്രങ്ങളിലൂടെ വഴികളിലൂടെ നടക്കാൻ സാധിക്കുമായിരുന്നോ? നാൽക്കാലികൾക്കൊക്കെ യഥേഷ്ടം നടക്കാവുന്ന വഴികളിലൂടെ ഇരുകാലികളായ നമ്മളെ മനുഷ്യർ നടന്നു പോകുമ്പോൾ നമ്മുടെ സവർണ മേധാവികളൊക്കെ നമ്മളെ ഓടിക്കുമായിരുന്നു അല്ലേ? അവിടെ മുന്നിൽ പോലും നമുക്ക് ചെന്നെത്താൻ പറ്റില്ലായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ പൂർവികർ നേടിത്തന്ന ഈ നാം അനുഭവിക്കുന്ന ഈ എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ ശാഖാപ്രതിനിധികളൊക്കെ ഇന്ന് ശാഖാ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അങ്ങനെയുള്ള ഇതര വശങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഒന്ന് ഓർത്ത് നോക്കുകയും അവരൊക്കെ ഇന്ന് ഒരു ശാഖയുടെ കീഴിൽ ഒരു കസേര വലിച്ചിട്ട് അവർക്ക് പറയാം, ഞാൻ ഇവിടുത്തെ പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻ്റാണ്, സെക്രട്ടറി ആണെന്നൊക്കെ. പക്ഷേ നമ്മുടെ പൂർവികർ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി ഈ ഒരു നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തിരികൊളുത്തി തന്ന ഈ സംഘടന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഒന്ന് ഓർത്ത് നോക്കിയേ. ആ സംഘടന ഇന്ന് ഈ നിലയിൽ ഈ ഒരു വൻ വൃക്ഷമായിട്ട് വടവൃക്ഷമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ കൈയൊപ്പ് പതിച്ചതുകൊണ്ടാണ്, ഭഗവാന്റെ കൈയാൽ തിരിതെളിക്കപ്പെട്ടത് കൊണ്ടാണ്. ആ സംഘടനയെ ഇതിനും ഭംഗിയായിട്ട് നാൾക്ക് നാൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ വരുന്ന തലമുറകളാണ് അല്ലേ? നമ്മുടെ കാലം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. അത് കഴിയുമ്പോൾ ഇതിനെ ഉയർത്തിക്കൊണ്ട് പരിപാലിച്ചു കൊണ്ട് പോകേണ്ടത് ഈ സംഘടനയിലെ നമ്മുടെ വരുന്ന മക്കളൊക്കെയാണ്. അപ്പം അങ്ങനെ അവരെയൊക്കെ ഇതിലേക്ക് എത്തിച്ചു കൊണ്ടുവരണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ചെറുപ്പം മുതലേ അവരെ സംഘടനാ ബോധമുള്ളവരാക്കി സംഘടനയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ പഠിപ്പിക്കണം. അതിന് നമുക്ക് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു മാറ്റം ഉണ്ടാകണം അല്ലേ? നമ്മളിലൊരു മാറ്റമുണ്ടാകും, ഒരു പരിവർത്തനം നമുക്കുണ്ടാവണം. പല ആളുകൾക്കും അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തെ വേണ്ട വിധത്തിൽ നമുക്ക് ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത്. എനിക്കറിയാം, എൻ്റെ അനുഭവങ്ങൾ കൂടുതൽ പറയുകയാണെന്ന് വിചാരിക്കരുത്. കാരണം നമുക്കത് എടുത്തു പറയേണ്ട പല കാര്യങ്ങളാണ്. നമ്മുടെ ഒരു അയൽവാസി, അവർക്ക് അവിടുത്തെ അമ്മയ്ക്കൊരു കൊച്ചുമകൾ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടുത്തെ ആ വല്യമ്മയ്ക്ക് ഇങ്ങനെ ഗുരുവിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ അകത്തോ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെ അകത്തോ നമ്മുടെ SNDP പോകുന്ന അതൊന്നും വലിയ താല്പര്യമില്ല, ഗുരുദേവ ക്ഷേത്രത്തിൽ പോകുന്നൊന്നും. ഒരിക്കൽ ഇങ്ങനെ ഞാൻ രവിവാര പാഠശാല തുടങ്ങുന്നതിനെപ്പറ്റി അവരോട് ചെന്ന് പറഞ്ഞ്, അപ്പം എന്നോട് എന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടിട്ട് പിന്നീട് അവർ ചെയ്തത്, അവിടെ പറയുന്നത് ഞാൻ കേട്ടതാണ്, വേറെ പണിയൊന്നുമില്ല, അവിടെ പോയിട്ട് എന്നാ പഠിക്കാനായിട്ട്, നീ എനിക്ക് വീട്ടിലെക്കാനും ഇരിക്കാൻ വരും. അങ്ങനെയാണോ ഒരു കൊച്ചിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്? ആ അമ്മയ്ക്ക് ശരിയായ സംഘടനാ ബോധമില്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരു ആരാണെന്ന് അവർക്കറിയത്തില്ല.
അതിൻ്റെ പോരായ്മയാണ് അമ്മയുടെ വായിലൂടെ ആ കൊച്ചു കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കൊച്ചു മിന്നാൻ, പക്ഷേ അതിൻ്റെ അമ്മയ്ക്കൊരു ബോധം ഉള്ളത് കൊണ്ട് നിരന്തരമായിട്ട് ക്ലാസ്സിന് വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ വിട്ടത് കൊണ്ട് എന്ത് വേണ്ടി, ഇന്ന് ആ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിയുമ്പോൾ നാമം ജപിക്കുന്നത് ആ പ്രദേശവാസികൾക്കെല്ലാം കേൾക്കാം. അവൾ വളരെ ഉച്ചത്തിൽ, വളരെ ഭംഗിയായിട്ട്, വളരെ അക്ഷരസ്ഫുടതയോടുകൂടിയാണ് സന്ധ്യാനാമം ജപിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരിക്കലും മോശമായി പോവുമോ? ചീത്ത ചിന്താഗതി അവർക്ക് ഉണ്ടാവുമോ? നല്ല മഴയാണ്, എല്ലാവർക്കും കേൾക്കാമോ? അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ആ സാഹചര്യം അല്ലേ. അപ്പം നമ്മൾ ആ രീതിയിൽ കേൾക്കാമോ എല്ലാവർക്കും? ആ രീതിയിൽ നാം നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയുള്ള മക്കളൊന്നും ഒരിക്കലും ആത്മഹത്യാ പ്രേരണയൊന്നും അവർക്കുണ്ടാവത്തില്ല. അവർക്ക് ശരിക്കും എങ്ങനെയാണ് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് അവർക്കറിയാം, ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ. നീ പോയ അടുത്ത ആളെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ എന്നെ കാത്തു നിൽക്കാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ള ചിന്തയിലേക്ക് അവർ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ആ ചിന്തയിലേക്ക് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ട ആ തിരിച്ചറിവ് നാം അവർക്ക് കൊടുക്കണം. ഈ ലോകത്ത് ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാൻ അല്ലേ. അതിനെ വേണ്ടതിനെയും വേണ്ടാതിനെയും തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ എടുക്കാൻ പഠിക്കണം. നീതിസാരത്തിൽ ഒരു ശ്ലോകമുണ്ട്, അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശഹാലേ ബഹുവശ്യ വിഘ്നഃ തത്സാരഭൂതം ഉപാസിദേവ്യം ഹംസോ യഥാക്ഷീരി വാമ്പു മിശ്രം. ഹംസം എങ്ങനെയാണ് പാലും വെള്ളവും തിരിച്ചെടുക്കുന്നത്? ഹംസം എങ്ങനെയാണ് ആ പാല് മാത്രം, അതിൻ്റെ സത്ത് മാത്രം സേവിച്ചിട്ട് വെള്ളം അവിടെ മാറ്റി വെക്കും. അതുപോലെ നമുക്ക് വേണ്ടതിനെ നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റണം, നമുക്ക് പറ്റണം. ഇവിടെ ഈ ലോകത്ത് അനന്തശാസ്ത്രമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിന് വേണ്ടതിനെ മാത്രം സ്വീകരിക്കണം. ഹംസം എങ്ങനെയാണോ അതിനെ സത്തായ ആ പാലിനെ സേവിക്കുന്നത്, അതുപോലെ നമുക്ക് ആ വേണ്ടതിനെ നമുക്ക് എടുക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനും സാധിക്കണം. അതിന് നമുക്ക് ക്ഷണത്തിൻ്റെ മൂല്യം അവരെ പറഞ്ഞു പഠിപ്പിക്കണം. സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, കിം ക്ഷണസ്യ കുതോ വിദ്യ, കിം കണസ്യ കുതോ ധനം, കിം രണസ്യ കുതോ സൗഖ്യം, കിം ദേവാനാം കുതോ ഗതിഹീന്ന്. അതായത് ക്ഷണത്തിന് മൂല്യം കൽപ്പിക്കാത്തവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുമോ? ഇല്ല. കാരണം നല്ല വിദ്യ ലഭിക്കണമെങ്കിൽ നിമിഷങ്ങൾക്ക് വില കൊടുക്കണം. അപ്പം നിമിഷങ്ങൾക്കൊക്കെ വില കൊടുത്ത ആളുകളായതുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ സദസ്സിൽ ഇങ്ങനെ വന്നിരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാഷണം കേൾക്കുവാൻ സാധിക്കുന്നത് അല്ലേ. ഒരുപാട് ജോലികളുള്ള അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. എന്നിട്ട് നിങ്ങൾ ആ സമയത്തെ മാറ്റിവെച്ച്, ആ കാര്യങ്ങളെ മാറ്റിവെച്ച് ഇതിന് മൂല്യം കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനും ഈ സത്സംഗത്തിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചത്. അതുപോലെ നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നിമിഷത്തിൻ്റെ ക്ഷണത്തിൻ്റെ മൂല്യം നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതുപോലെ നാം വീണ്ടും പറയണം, കിം കണസ്യ കുതോ ധനം. ധനമുണ്ടാവണമെങ്കിൽ എങ്ങനെയാണ്? കണത്തിന് ചെറിയ കാര്യങ്ങളിൽ പോലും മൂല്യമുണ്ടായിരിക്കണം. ആ ചെറിയ കാര്യങ്ങൾക്ക് പോലും വില കൊടുക്കുന്നവരായിരിക്കണം അല്ലേ. അത് നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. എന്താണ് ആ ചെറിയ കാര്യമെന്ന് ഇപ്പം നിൽക്കുന്ന നിപ്പിൽ അവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കും. നമ്മൾ സാധിച്ചു കൊടുക്കുമ്പോൾ നാളെ ഒരിക്കൽ അവർ ഇപ്പം പറയുന്ന പല കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങളും കൂടിക്കൊണ്ട് വരും. അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങളും കൂടിക്കൊണ്ട് വരും. അപ്പം ആ കണത്തിൻ്റെ മൂല്യം ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞു വളരുകയാണെങ്കിൽ ആവശ്യമേത് അത്യാവശ്യമേത് എന്ന തിരിച്ചറിവിലൂടെ നമുക്ക് ആ കുഞ്ഞുങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുകയുള്ളൂ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. നമുക്ക് എത്ര പേർക്കറിയാം? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അച്ചയൻസ് ഗോൾഡ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സത്പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ യൂട്യൂബിലൊക്കെ കാണും, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ മണ്ണിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാ, വെള്ളം കയറി വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു കുടുംബം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആ കുടുംബത്തിൽ അച്ഛൻ രോഗിയാണ്, അമ്മയൊരു രോഗിയാണ്. ആ ഒരു മകനുള്ളതിന് വല്ലപ്പോഴും കിട്ടുന്ന പണിയാണ്. അവരുടെ വീടൊരു ഷെഡാണ്.
ആ വീടിനകത്ത് നിറച്ച് വെള്ളമാണ്. അവരുടെ ഒരു ജീവിതത്തിൻ്റെ ദുരിതത്തെപ്പറ്റി ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തൊരു കഷ്ടമാണെന്ന്. അപ്പം ആ ഒരു അവസ്ഥയിലൊക്കെ കഴിഞ്ഞു പോകുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നാം നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ കണത്തിൻ്റെ മൂല്യം അവരറിഞ്ഞ് വളരണം. അപ്പോൾ അവർക്കൊന്നും നഷ്ടപ്പെടുത്താനായിട്ട് തോന്നുകയില്ല. ആവശ്യവും അത്യാവശ്യവും അറിഞ്ഞ് നമ്മളോട് ആവശ്യപ്പെടാൻ അവർ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. എന്താണ്? കിംപ്രണസ്യ പുരോഗതി, അതായത് കടത്തിനെ വില കൊടുക്കണമെന്ന്. പല ആളുകളും കടക്കണിയിൽ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലേ. എത്ര മനുഷ്യരാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഭീമമായ ബാധ്യതകളൊക്കെ വരുത്തി വെച്ചിട്ട്. ഈ കഴിഞ്ഞ ഇടയിൽ പത്രത്തിലൊക്കെ വായിച്ച് ഒരു പയ്യൻ ഒരു വീട്ടിലുള്ള അമ്മൂമ്മയും അമ്മയെയും അനിയനെയും ഒക്കെ കൊലപ്പെടുത്തിയത്. ഇന്നും ആശുപത്രിവാസത്തിൽ അദ്ദേഹം കഴിയുക. കാരണം എന്താ? അതിന് പണത്തിൻ്റെ ആവശ്യം വന്നതുകൊണ്ടാണ് ജീവൻ്റെ വിലയറിയാതെ അവരെ മരണത്തിലേക്ക്, തന്നെ വളർത്തി വലുതാക്കിയ, താൻ ഓമനിച്ച് വളർത്തിയ തൻ്റെ കുഞ്ഞനിയനെ വരെ നിഷ്ഠൂരമായിട്ട് കൊല്ലാൻ ആ പയ്യന് തോന്നിയത്. അപ്പം തനിക്ക് തൻ്റെ വരവ് എന്താണ്, തൻ്റെ ചെലവെന്താണ്, ആ വരവിനെയും ചെലവിനെയും കണക്ട് ചെയ്ത് ജീവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അറിയത്തില്ല. അതിൻ്റെ പോരായ്മയാണ് ഇന്ന് പെരുകി വരുന്ന പല ആത്മഹത്യയ്ക്കും കൊലപാതകങ്ങൾക്കുമൊക്കെ കാരണം. അപ്പം നമ്മൾ കിംപ്രണസ്യ, നമ്മൾ കടത്തിൻ്റെ മൂല്യം, നമ്മൾ ആ കടം അതിനെ നിസാരമായി കാണാതെ അതിനൊരു വലിയ വില തന്നെ കൊടുത്ത് വേണം നാം നമ്മുടെ മക്കളെ വളർത്താൻ. 1 രൂപ കടമുണ്ടെങ്കിൽ ആ കടത്തിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. ഇന്ന് വരും നാളെ പോകും എന്നുള്ള ആ ഒരു നിസാരവൽക്കരിച്ചു കൊണ്ട് വീണ്ടും വീണ്ടും എവിടെന്നെങ്കിലുമൊക്കെ ബാധ്യതകൾ വരുത്തി വെച്ച് ജീവിച്ചാൽ അവസാനം നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മുടെ മക്കളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ പണത്തിന് വേണ്ടി കൊല്ലുന്നതുമൊക്കെ കാണേണ്ടതായിട്ട് വരും. അപ്പം അതുകൂടാതെ പിന്നെ ദേവാനാം കുതോഗതി, അപ്പം ദേവന്മാരെ പൂജിക്കണം. അപ്പോൾ ആ പൂജ എന്താണെന്നുള്ളതും ആ ദേവന്മാരെന്താണെന്നും പ്രാർത്ഥന എന്താണെന്നും ആ രീതിയിൽ നാം നമ്മുടെ മക്കളെ വളർത്തണം. അപ്പം ഈ ശ്ലോകത്തിലെ ഈ 4 വരികളിലൂടെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തിക്കൊണ്ട് വന്നേ അവരെവിടെയെങ്കിലും അടിപതറി പോകുമോ? ഇല്ല. ഇത് തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട്. രാമായണം വായിക്കുന്ന അമ്മമാർക്കറിയാം, ഇത് കേട്ടപ്പോൾ മനസ്സിലായി കാണും അല്ലേ. അപ്പം അതുപോലെയുള്ള അതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ നാം നമ്മുടെ മക്കളെ പകർന്ന് കൊടുക്കണം. അതിനായിട്ടാണ് ഇതുപോലുള്ള സത്സംഗങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടത്. ആ രീതിയിലൊക്കെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമുക്കറിവുള്ളവരാകണം അല്ലേ. നമുക്കറിവുള്ളവരാകുന്നത് എങ്ങനെയാണ്? എൻ്റെ കാലം കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കാതെ കിട്ടുന്ന ആ നിമിഷം മുതൽ നമുക്കറിയാൻ കിട്ടുന്ന അവസരങ്ങളെയെല്ലാം നാം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുണ്ടാവുകയും ആ അറിവുകൾ നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. ഈ രാമായണത്തിൽ തൻ്റെ മകൻ വനവാസത്തിന് പോകുമ്പോൾ സുമിത്രാദേവിയോട് അനുവാദം ചോദിക്കാനായിട്ട് ലക്ഷ്മണകുമാരൻ ചെല്ലുന്നുണ്ട്. രാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിൽ പറയുന്നൊരു ഭാഗമാണ്. വത്സാകുമാരാ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് ലക്ഷ്മണോപദേശത്തിന് ആദ്യത്തെ വരികളിലുണ്ട്. അവിടെ നിന്ന് ഇങ്ങ് കുറച്ച് പോന്നു കഴിയുമ്പോൾ ലക്ഷ്മണനോട് അമ്മ ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. നീ രാമനെ ആരായിട്ട് കാണണം? രാമനെ അറിയാമല്ലോ, അച്ഛനായിട്ട്. എന്നെ ആരായിട്ട് കാണണം? അമ്മയായിട്ട് അല്ലേ. അപ്പം സീതാദേവിയെ എൻ്റെ അമ്മയായിട്ട് കാണണം, സീതാദേവിയെ അമ്മയായിട്ട് കാണണം. അപ്പം അടവിയെ കാനനത്തെ എന്നായിട്ട് കാണണം? അയോധ്യയായിട്ട് കാണണം. ഒരു മകൻ തൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ അമ്മ കൊടുക്കുന്ന ആ ഉപദേശ വാക്ക് ഒന്ന് നോക്കിക്കേ, എത്ര മഹത്തരമാണെന്ന്. ഇന്നത്തെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയേ, ന്യൂസ് പേപ്പറിൽ കണ്ടതല്ലേ, ഒരു സഹോദരൻ ഒരു 5 വയസ്സുകൂടെ കുഞ്ഞിനെ, എന്നെ ഇളപ്രായമുള്ളൊരു കുഞ്ഞിനെ എത്ര നിഷ്ഠൂരമായിട്ടാണ് ചൂഷണം ചെയ്തതെന്ന് ഓർത്ത് നോക്കിയാൽ. എല്ലാവരും വായിച്ചിട്ടുള്ളതല്ലേ പത്രത്തിൽ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അറിവില്ലെങ്കിലാണോ? ബോധമില്ലാഞ്ഞിട്ടാണോ? അവരൊക്കെ നികൃഷ്ടമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകരുകയല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലേ നമ്മൾ ഓർമ്മ വരുന്നത്.
ഓരോന്നും വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് എവിടെയെങ്കിലും നമുക്ക് പോകാൻ തന്നെ പേടി വരിക അല്ലേ. അപ്പം ആ ഒരു അവസ്ഥയൊക്കെ മാറി മറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മബോധം ഉണ്ടാകണം. യഥാ ആത്മവിദ്യ സങ്കോചസ്തഥാ അവിദ്യ ഭയങ്കരമെന്ന് നമ്മുടെ ദർശനമാലയിൽ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. ആത്മവിദ്യയ്ക്ക് സങ്കോചം വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അവിദ്യകൾ കടന്നു കൂടുന്നത്. ആ അവിദ്യ കടന്നു കൂടാതിരിക്കണമെങ്കിൽ നാം വിദ്യയെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കണം. ആത്മവിദ്യയ്ക്ക് സങ്കോചം വരാതെ നാം ജീവിക്കണം. ഞാൻ കൂടുതലും കുട്ടികളുടെ കാര്യങ്ങളാണ് ഇന്നിവിടെ എടുത്തെടുത്ത് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഈ മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴെല്ലാം ഈ മരണവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടിക്കടി വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴേ ഞാൻ ഓർത്തെൻ്റെ ദൈവമേ, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതിന് കാരണം ഇതാണ്, ആർക്കും ആത്മബോധമില്ല. എല്ലാവരും ഭൗതികതയിൽ തൻ്റെ ശരീരത്തിന് വേണ്ട ആ സുഖങ്ങളെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ ആത്മാവിന് വേണ്ടത് എന്താണ്, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ആ നിമിഷ നേരത്തേക്ക് ഉള്ളു എന്നുള്ള ഒരു ചിന്താഗതി അവർക്കില്ലാതെ വരുന്നു. ഇപ്പം കണ്ടില്ല, ഈ അടുത്ത കാലത്തായിട്ട് എത്രയോ സ്വപ്നങ്ങൾ പേരെയാണ് ആ വിമാനയാത്ര ഓരോരുത്തരും ചെയ്തത്. അല്ലേ, ഒരു കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത്? എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ചാമ്പലായി. നോക്കി നോക്കിയാൽ അവരുടെ ആളുകളുടെയൊക്കെ എന്തെല്ലാം, എത്ര ഭൂസ്വത്ത് തന്നാലും എത്ര കോടികൾ തന്നാലും നഷ്ടത്തിന് പകരമാവുമോ? ഇല്ല. ആ പ്രശ്നങ്ങളെയൊക്കെ, ആ ഒരു വേദനയൊക്കെ അവരിനി എങ്ങനെയായിരിക്കാം തരണം ചെയ്യുന്നത്? അതിനൊക്കെയുള്ള മാർഗമാണ് ഗുരുദേവ കൃതികളിലൂടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ആത്മവിദ്യയ്ക്ക് സങ്കോചം വരാതെ, ഒരു പ്രശ്നം വന്നാൽ അതിൽ തകർന്നു പോകാതെ നമുക്കതിനെ അതിജീവിക്കാനായിട്ട് കെൽപ്പുണ്ടാകണം. അതിന് വേണ്ടത് ആ വേണ്ട രീതിയിൽ ഗുരുദേവ കൃതികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടി നാം നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. ഒരു പ്രശ്നവും വേദനയും വന്നാൽ അവർ പെട്ടെന്ന് തന്നെ അടിപതറി പോവുകയോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് പോവുകയോ ഒന്നും ചെയ്യത്തില്ല. വിദ്യാഭ്യാസം എല്ലാ മക്കൾക്കും വേണം, എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. പക്ഷേ ആ അറിവ് മാത്രം പോരാ, ആ തിരിച്ചറിവ് നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതിനു വേണ്ട ആത്മവിദ്യ എങ്ങനെ വേണമെന്ന് നാരായണ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ വഴിയിലൂടെ നാം നമ്മുടെ മക്കളെ കൊണ്ടുപോകണം. ഇപ്പം ശ്രീനാരായണ ധർമ്മത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട്, ഞാനിവിടെ യൂട്യൂബിലൊക്കെ കണ്ടതാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ക്ലാസ്സൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ വന്ന് എടുത്തിട്ടുള്ളത്. അതിലൊക്കെ പറയുന്നത് എന്താണ്, ഇപ്പം നമുക്ക് കൊടിയ കൊറോണ കാലഘട്ടമൊക്കെ വന്നു. ഗുരു എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ അക്ഷരം പ്രതി ആണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എങ്ങനെ ജീവിക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടോ, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെ വ്യതിചലിച്ചിട്ട് പോയിട്ടുണ്ടോ, അതിനൊക്കെ തിരിച്ചടിയായിട്ട് പ്രകൃതി തന്നെ നമുക്ക് നൽകുന്നുണ്ട് ഓരോന്നും അല്ലേ. ഇപ്പം കൊറോണ കാലഘട്ടം വന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? എല്ലാവരും അവനവൻ്റെ വീട്ടിലിരുന്ന് ഒന്ന് ഓർത്ത് നോക്കിയേ, മനുഷ്യനെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരാളുകളായിരുന്നു പലരും. അവരൊക്കെ എങ്ങനെ, അവർ പോലും മിണ്ടുക പോലും ചെയ്യാതിരുന്ന ആളുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അല്ലേ. അതുപോലെ തന്നെ പ്രളയം വന്നു. കാശുള്ളവരും കാശില്ലാത്തവരും എല്ലാം, പാവങ്ങളും ജാതിമത ഭേദമന്യേ എല്ലാവരും ഓരോ ഷെഡിൽ ഒന്നിച്ച് കിട്ടുന്ന അന്നം വാങ്ങിച്ച് ദുഃഖത്തോടു കൂടിയാണെങ്കിലും ആ നിമിഷത്തെ അവർ പങ്കിട്ട് അല്ലേ. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരയണമെന്ന് ഗുരു പറഞ്ഞ്. പക്ഷെ അതൊന്നും നമ്മൾ കേട്ടില്ല. എൻ്റെ സുഖം എനിക്ക് മാത്രം മതി എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ജീവിച്ചു പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും കൊറോണ പോലെയുള്ള ഇതിലൂടെയൊക്കെ നമ്മളെ ദൈവം വീണ്ടും ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വേണ്ട ആ അറിവിലൂടെ, നമ്മൾ ഗുരു പകർന്നു തന്ന അറിവിലൂടെ, ആ ഗുരുദേവ കൃതികളിലൂടെ നാം ജീവിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നാശമോ, നമ്മുടെ കുടുംബത്തിന് നാശമോ, നമ്മുടെ സമൂഹത്തിന് നാശമോ, നമ്മുടെ സംഘടനയ്ക്ക് നാശമോ ഉണ്ടാകുകയില്ല. ആ രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കണം.
ഗുരുവിൻ്റെ പ്രാർത്ഥനകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാം അല്ലേ. ഗുരുവിന് വേണമെങ്കിൽ മറ്റുള്ള ഋഷീശ്വരന്മാരെ പോലെ ആ ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞ് ആ മരുന്ന് മലയിൽ നിന്ന് ആ ആനന്ദത്തിൽ വിലയം പ്രാപിച്ചു പോകാമായിരുന്നുവല്ലോ. എന്തുകൊണ്ടാണ് ഗുരു അവിടെ നിന്നും നമ്മളിലേക്ക് ഇറങ്ങി വന്നത്? നമ്മളെപ്പോലെയുള്ള ആ അശരണരെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരണമെന്ന ചിന്താഗതിയാണ്. ഇതുപോലെ ആത്മജ്ഞാനം സിദ്ധിച്ച എത്ര ഋഷീശ്വരന്മാർ ആ ആത്മജ്ഞാനം നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. ചിന്തിച്ച് നോക്ക്. ഇല്ലാഞ്ഞിട്ടാണോ? രമണ മഹർഷിയെ പോലെയൊക്കെയുള്ള ഒരുപാട് ഋഷീശ്വരന്മാരുണ്ട് അല്ലേ. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഗുരു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ പ്രാർത്ഥന. ആ കഷ്ടം ദീനം പിടിച്ചു കിടക്കുന്ന ആ ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ ഒഴുകുവാൻ കാലമായി വന്നത് ഇപ്പോഴെന്ന് ഗുരു പറഞ്ഞു. എന്തുകൊണ്ടാണ്? എനിക്ക് വേണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ആ ആ ഭാവത്തിലേക്ക് പോവാതെ ഇവിടെ കഷ്ടം ദീനം പിടിച്ച് കിടക്കുന്ന ജനങ്ങളെ ഉയർത്തിക്കൊണ്ട് വരണം. അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് കിട്ടിയ ആത്മസാക്ഷാത്കാരം, ആത്മജ്ഞാനം ഞാൻ ലോകർക്കായിട്ട് ഈ ദീനം പിടിച്ച് കിടക്കുന്ന ജനങ്ങൾക്കായിട്ട് പകർന്നത്. അപ്പം ഗുരു അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ഇരിക്കുന്ന അവസ്ഥയിലൊക്കെ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുമായിരുന്നോ? ശിവഗിരി തീർത്ഥാടനം എന്ന് ഓർത്ത് നോക്കിയേ. ശിവഗിരി തീർത്ഥാടനത്തിൽ ഗുരു ആദ്യം പറഞ്ഞു തന്നത് എന്താണ്? അഷ്ടലക്ഷ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിനാണല്ലേ പ്രാധാന്യം നൽകിയത്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തത്? വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് ആരും നമ്മളെ മാറ്റി നിർത്തുകയില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ശുചിത്വ ബോധമുണ്ടാവും അല്ലേ. ചിന്തിച്ച് നോക്കിയേ, നമ്മളെ ആളുകൾ അകറ്റി നിർത്തിയത്, ഒരു കാലത്ത് അകറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ പൂർവികർക്ക് വൃത്തിയില്ലാതിരുന്നത് കൊണ്ടാണ്, അവർക്ക് അറിവില്ലാതെ ഇരുന്നത് കൊണ്ടാണ്. കുളിക്കാതെ നനയ്ക്കാതെയും ഇപ്പോഴും നമ്മുടെ അരികിലേക്ക് ആരെങ്കിലും വന്നാൽ നമുക്ക് ചേർത്ത് നിർത്താൻ തോന്നുമോ? ഒരടി അകലെയെങ്കിലല്ലേ നമ്മൾ നിർത്തുകയുള്ളൂ. ഒരു കുളിച്ച് വൃത്തിയായിട്ട് ശുദ്ധമായിട്ട് വരുന്ന ആളുകളെ അവർക്ക് സാമ്പത്തികമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വൃത്തി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചേർത്ത് നിർത്തും. നമ്മുടെ അരികിലൊന്ന് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമോ? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭിക്ഷക്കാരി കുളിക്കാതെ നനയ്ക്കാതെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അരികിൽ വന്നിരുന്നാൽ നമുക്കവരെ അടുത്തിരുത്താൻ തോന്നുമോ? ഇല്ല. അവർ നമ്മുടെ സീറ്റിൽ വന്നിരുന്നാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ മൂക്ക് കൊത്തും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേക്കും. ചേച്ചി സൗകര്യം പോലെ ഇരുന്നോളാൻ പറയും. പക്ഷെ നമ്മൾ വിവരമുള്ളത് കൊണ്ട് നമ്മൾ അവരോട് ആ ബുദ്ധിമുട്ട് ചിലപ്പോൾ പറയാം, ചേച്ചി മണ ആയതുകൊണ്ട് അതിനെ എഴുന്നേക്കണമെന്ന് പറയത്തില്ല. പക്ഷേ നമ്മൾ എഴുന്നേറ്റ് പോകും. കാരണം നമുക്ക് വൃത്തി വേണം, ശുചിത്വം വേണം. അപ്പം ആ വൃത്തിയും ശുചിത്വബോധവും ഒക്കെ നമ്മിലേക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അറിവുള്ളത് കൊണ്ടാണ്. അപ്പം ആ അറിവ് നമുക്ക് വേണം. ഗുരുവിൻ്റെ ഏത് കൃതി എടുത്ത് നോക്കിയാലും അവിടെ എല്ലാം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അറിവിനാണ് അല്ലേ. ആത്മോപദേശ ശതകം എന്ന് പറയുന്ന പ്രാർത്ഥന, നരനായി ജനിച്ച് വീഴുന്ന ഒരാൾ മനുഷ്യനായി ഉത്തമ ജീവിതം നയിച്ച് അഖണ്ഡതയിലേക്ക് പ്രയാണം ചെയ്ത് എൻ്റെ ബ്രഹ്മാനന്ദമായി തീരുന്നത് എങ്ങനെയെന്ന് വളരെ സ്പഷ്ടമായിട്ട് തന്നെ ഗുരുദേവ കൃതിയിൽ ആത്മോപദേശ ശതകത്തിൽ ആ 100 ശ്ലോകത്തിലൂടെ ഗുരു പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതിൻ്റെ ആദ്യത്തെ വരി, ആ 100 ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിൽ ആദ്യത്തെ അക്ഷരം തന്നെ എടുക്കുന്നത് ആയാണ്, അറിവിനാണ് അല്ലേ. നമ്മുടെ അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? അറിവാണ് അല്ലേ, ആയാണ് അല്ലേ. അപ്പം ആ എന്ന് പറയുന്ന ആ അറിവെന്ന് പറയുന്നതിൻ്റെ മൂല്യം അപ്പം എത്രത്തോളം വലുതാണ്. അപ്പം നമുക്ക് വിദ്യാഭ്യാസം വേണം, അറിവ് വേണം, ആ ഒപ്പം നമുക്ക് വേണ്ടതാണ് തിരിച്ചറിവ്. അപ്പം ഗുരുവിൻ്റെ കൃതികൾ അടിസ്ഥാനമിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ വരുന്ന ഒരു തലമുറയും നശിച്ചു പോകത്തില്ല. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പം കൂടെ കൊണ്ടുപോകണം. ആ കുഞ്ഞുങ്ങളെ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം. എവിടെ ഒരു ആഘോഷവേളയിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേര് വരും? ക്ഷേത്രത്തിൽ പോകാൻ വിളിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ പറയുക? അമ്മ പോയിട്ട് വാ, അമ്മ എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചിട്ട് പോരാൻ പറയും അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചെറുപ്പത്തിലെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ കൈ പിടിച്ച ക്ഷേത്രത്തിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീട് അങ്ങനെ തോട്ടുണ്ടാവുമോ? ഇല്ല. അപ്പം ആ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിലെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യ ബാലപാഠമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്താണ്, എങ്ങനെയാണ്, ആ ക്ഷേത്രം എന്താണ്,
ആ ക്ഷേത്രത്തെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് അങ്ങനെയുള്ള അറിവുകളാണ് നമ്മുടെ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കാതെ പകർന്നു കൊടുക്കുന്നത്. ഒരു രോഗിയെ പോയി കാണാൻ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ് എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവരോട് ചെന്ന് കഴിഞ്ഞ് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമ്മളവിടെ എന്തിനാ ചെന്നതെന്ന് പോലും ചില കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അവിടെ കിടക്കുന്നത്. അപ്പം ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അവരോട് എങ്ങനെയായിരിക്കണം നമ്മുടെ മനോഭാവമെന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെറുപ്പം മുതലേ അടിസ്ഥാനമിട്ട് നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും ഒരു കാലഘട്ടത്തിലും വഴിപിഴച്ചു പോവുകയില്ല. അവർ നല്ല സംഘടനാ ബോധമുള്ളവരായിട്ട് നല്ല ഈശ്വര വിശ്വാസികളായിട്ട് വളർന്നു വരും. അവർക്കെന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാകും. അത് എത്ര പേര് തേച്ചിട്ട് പോയാലും ഒരു കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യത്തില്ല. ഒരു കുഞ്ഞുങ്ങളെയും ആർക്കും കുത്തിക്കൊല്ലാൻ തോന്നത്തില്ല. ഒരു മാതാപിതാക്കളെയും കൈയെടുത്ത് തല്ലാൻ തോന്നത്തില്ല. അത് നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കേണ്ട സംസ്കാരമാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു തോട്ട് കണ്ടു. അതിൻ്റെ അകത്ത് ഡോക്ടർ അബ്ദുൽ കലാം, നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയത്തില്ല, ഒരു പക്ഷേ കണ്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതിനകത്ത് ഡോക്ടർ അബ്ദുൽ കലാം മെറോഡയിൽ ഒരു ഹോട്ടലിൽ വന്നപ്പോഴത്തേക്കിനും അവിടെ ഡോക്ടർ ശൈലേഷ് മേത്ത എന്ന് പറയുന്ന ഒരു കാർഡിയാക് സർജൻ നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാമിനെ കാണാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കിനും വിസിറ്റിംഗ് സമയമൊക്കെ കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ കാണാൻ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ അബ്ദുൽ കലാം സാറിനോട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഡോക്ടർ സാറേ, ഞാനിന്ന് ഒരു കുട്ടിയെ കാണാൻ പോവുകയാണ്. അപ്പം എന്നോട് ആ കുട്ടി ഇനി എന്നെ കാണുമ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനൊരു ഉത്തരം കൊടുക്കണം. എനിക്കതിന് എന്താണ് ഉത്തരം കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ എന്തുത്തരമാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് അങ്ങയോട് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. കാരണം ആ കുഞ്ഞിന് 5 വയസ്സേ ഉള്ളൂ. അതിൻ്റെ അച്ഛനും അമ്മയും, ഇദ്ദേഹം ഒരു വലിയ സർജനാണ്. അദ്ദേഹത്തിന് സർജറി ചെയ്തിട്ടുള്ള ഒരു രോഗികളും ഇന്നേ വരെ മരിച്ചിട്ടില്ല. അദ്ദേഹം വളരെ എണ്ണപ്പെട്ട, അദ്ദേഹത്തെ 6 മാസം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പോലും സാധിക്കുള്ളൂ. അത്രയ്ക്ക് തിരക്കുള്ള ഡോക്ടറാണ് ശൈലേഷ് മേത്ത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് അസിസ്റ്റൻ്റായിട്ടുള്ള ആളുകളെയാണ് ആദ്യം ഈ പേരൻ്റ് വന്ന് കാണുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കണ്ടീഷനും കാര്യങ്ങളുമൊക്കെ അവർ മനസ്സിലാക്കിയപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, വളരെ പാടാണ് ഈ കൊച്ച് രക്ഷപ്പെടാനായിട്ട്, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് ശൈലേഷ് ഡോക്ടറെ കാണണം, ഞങ്ങൾ കണ്ടിട്ടേ പോവുള്ളൂ എന്നും പറഞ്ഞ് ആ മാതാപിതാക്കൾ അവിടെ നിന്ന് വളരെ വിഷമിച്ച് കരഞ്ഞു. ഒടുക്കം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇദ്ദേഹം അവർക്ക് അവസരം കൊടുത്തു കാണാൻ. ഇദ്ദേഹവും നോക്കിയിട്ട് ഇത് തന്നെ അവരുടെ മറ്റു ഡോക്ടേഴ്സ് പറഞ്ഞത് തന്നെ ഇദ്ദേഹവും പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, നമുക്കൊന്നും ചെയ്യാനില്ല, കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്താൽ തന്നെ ഈ കുഞ്ഞ് ജീവിക്കുമെന്ന് ഒരുറപ്പുമില്ല, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒരു 3 മാസ കാലഘട്ടം, അതിനപ്പുറത്തേക്ക് കൊച്ച് പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു, അല്ല ഡോക്ടറിൻ്റെ ഒരു കൈ ഒപ്പം അതിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടും, അവരുടെ വിശ്വാസമാണത്. അപ്പം അങ്ങനെ അവർ ഇവരുടെ നിർബന്ധത്തിനും സങ്കടത്തിനും ഒക്കെ വഴങ്ങിയ ഡോക്ടർ ഒരു ഡേറ്റ് കൊടുത്തു. ഡേറ്റിൻ്റെ കാലാവധി ആയപ്പോൾ ഒരാഴ്ച മുന്നേ അവർ വന്ന് അവിടെ അഡ്മിറ്റായി. ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ആ കുഞ്ഞിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം ആ കുഞ്ഞ് ഭയങ്കര ഉല്ലാസവതിയായിരുന്നു. അപ്പം ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ, എൻ്റെ ഹൃദയം ഡോക്ടർ കീറുവേലയെന്ന് ചോദിച്ചു. അപ്പം ഇല്ല മോളെ, ഇല്ല, അതിൽ നിന്ന് ഒത്തിരി ബ്ലഡൊക്കെ വരുവേലേ. ഇല്ല മോളെന്നെ ടെൻഷൻ എടുക്കണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, ഓപ്പറേഷന് ഡേറ്റ് എത്തി. അപ്പോൾ ഈ കൊച്ചിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇവർ കൊണ്ടുപോവുക. ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയപ്പോൾ ആ കുഞ്ഞ് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
എന്താ മോനെ പറഞ്ഞോളൂ. അപ്പം ഡോക്ടർ എൻ്റെ ഹൃദയം കീറുമ്പോൾ ആ ഹൃദയത്തിൽ ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരണമെന്ന്. ആ കുഞ്ഞ് സത്യം പറഞ്ഞ ആ ഡോക്ടറെ കണ്ണ് നിറഞ്ഞു എന്നാണ് പറഞ്ഞത് ആ ചോദ്യം കേട്ടപ്പോൾ. കാരണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ആ കുഞ്ഞിന് അതിൻ്റെ അമ്മ കൊടുത്ത ആ അറിവാണ് ആ കുഞ്ഞ് ഡോക്ടറോട് പറഞ്ഞത്, ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ എന്നെ കീറുമ്പോൾ, എൻ്റെ ഹൃദയം മുറിക്കുമ്പോൾ നോക്കണം എൻ്റെ ഹൃദയത്തിൽ ഈശ്വരൻ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന്, എന്നിട്ട് എന്നോട് പറഞ്ഞു തരണമെന്ന് ആ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അതിനൊക്കെ എന്താ കുഴപ്പം മോളെ, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സർജറി കഴിഞ്ഞു. പക്ഷേ ആ കുഞ്ഞിന് സമയം കഴിഞ്ഞിട്ടും അതിനൊരു അനക്കമില്ല. ആകെ വിഷണ്ണനായി വളരെ ദുഃഖത്തോടു കൂടി മറ്റു ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ആ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് തന്നെ വിധി എഴുതി. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം അതിൻ്റെ ഹൃദയത്തിലേക്ക് വരേണ്ട ഒരു തുള്ളി ബ്ലഡുണ്ട്, അത് പമ്പ് ചെയ്യുന്നില്ല. ബ്ലഡ് വന്നെങ്കിലല്ലേ ഉള്ളൂ ഹൃദയം ഇടിക്കൂ. പക്ഷേ വരുന്നില്ല. അപ്പം നമുക്കൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞിരിക്കുന്ന ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞപ്പം ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആ കണ്ണാടി എടുത്ത് കണ്ണ് തുടച്ചു കൊടുത്തു. എപ്പോഴാണ് അടുത്ത ഡോക്ടറിനെ പിന്തിരിഞ്ഞ് മാറാൻ ഒരുങ്ങിയപ്പോഴാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്, ഡോക്ടർ ദേ ബ്ലഡ് വരുന്നു. പെട്ടെന്ന് തന്നെ സജ്ജീകരണമെല്ലാം ഓക്കെ ആയി. അവർ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. വളരെ ഭംഗിയായിട്ട് ആ ഓപ്പറേഷൻ സക്സസ്സിലെത്തിച്ചു. അപ്പം ആ കുഞ്ഞിനെ കാണാനാണ് ഈ ഡോക്ടർ പോകുന്നത്. അതിനു മുമ്പ് അതെന്നോട് ചോദിച്ച ചോദ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ചോദ്യത്തിന് എന്ത് ആൻസറാണ് കൊടുക്കേണ്ടതെന്നാണ് അറിയത്തില്ല ഈ ഡോക്ടർക്ക്. ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ആ കുഞ്ഞിനോട് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതിനറിയത്തില്ല. അപ്പം ആ പറഞ്ഞു കൊടുക്കാനായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിക്കാനാണ് നമ്മുടെ അബ്ദുൽ കലാം സാറിനെ എടുത്ത് ഈ ശൈലേഷ് മേത്ത ഡോക്ടർ എത്തിയത്. അപ്പം നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഡോക്ടർ അവിടെ ചെല്ലുമ്പം ആ കുഞ്ഞു മോളോട് പറയണം, കുഞ്ഞേ നിൻ്റെ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തമായിട്ടാണ് ഈശ്വരനെ ഞാൻ കണ്ടതെന്ന്. കുളിരി കോരുന്നില്ലേ? പറയുന്ന എനിക്ക് കോരുന്നുണ്ട് ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, അതാണ് ഈശ്വരൻ. ഈശ്വരൻ എപ്പോഴാണ് എങ്ങനെയാണ് നമ്മളിൽ വന്ന് ഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഈശ്വരൻ എങ്ങനെയായിരുന്നു? ഒരു തുള്ളി രക്തമായിട്ടാണ് വന്നത്. അവിടെ ചെന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞ് ഇങ്ങനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ആ ഡോക്ടർ പിന്നെ അവിടെ ഇരുന്ന അമ്മമാരോടായിട്ട് പറഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ ഡോക്ടറാണ് ഞാൻ. ഇന്ന് ഞാനൊരു നല്ല മനുഷ്യനായിട്ടാണ് ആ കുഞ്ഞിനെ കാണാൻ പോകുന്നതെന്ന്. കാരണം എന്താ? 5 വയസ്സുള്ള ആ കുഞ്ഞാണ് എൻ്റെ ഹൃദയത്തിൽ ആ മനുഷ്യത്വത്തിൻ്റെ ആ നാമ്പ് തെളിയിച്ചു തന്നത്. കാരണം അവൾക്കത് കിട്ടിയത് എങ്ങനെയാണ്? അവൾ സ്വയം ആർജിച്ചെടുത്തതാണോ? അവളുടെ അമ്മ പകർന്നു കൊടുത്ത അറിവിലൂടെയാണ്. ആ കുഞ്ഞ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ അമ്മ പകർന്നു കൊടുത്തിരുന്നു അറിവുകൾ. കുഞ്ഞേ, നിൻ്റെ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. ആ ദൈവം നിന്നെ കാത്തുകൊള്ളും. അപ്പോൾ ആ ദൈവത്തെ കാണാനുള്ള ആ കുഞ്ഞിൻ്റെ ത്വരയാണ് ആ ഡോക്ടർക്ക് കിട്ടിയ വെളിച്ചം. മനസ്സിലായോ? അപ്പം നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വേണം അറിവ് പകർന്നു കൊടുക്കാൻ. ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോവോ? ഒരിക്കലുമില്ല. അപ്പോൾ നാം നിങ്ങളുടെ സമയമായി കാണുമായിരിക്കും. 12 മണി, 1 മണിക്കൂറാണ് എനിക്ക് സമയം തന്നത്. എൻ്റെ ഭാഷണം ഇവിടെ വൈൻഡപ്പ് ചെയ്യാറായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൊക്കെ വരുമ്പോൾ, നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എല്ലായിടത്തും നാം നമ്മുടെ കുഞ്ഞുങ്ങളെയും ചേർത്ത് നിർത്തണം.
അവരെ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും എത്ര വരത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റാത്തതാണ് എന്ന് അനുഭവിച്ചറിയേണ്ടതാണ് എന്ന് നമുക്ക് ആ കുഞ്ഞുങ്ങളെ അനുഭവിപ്പിച്ചു തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ഒരു കഥയും കൂടെ പറയാം, സമയം പോയി എങ്കിലും. കഥയല്ല, ഗുരുവിനോട് തൻ്റെ ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഈശ്വരനെ കാണിച്ചു തരാമോ എന്ന്. അപ്പം ഗുരു അന്നേരം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു തുള്ളി പഞ്ചസാര എടുത്ത് ആ ശിഷ്യൻ്റെ നാവിൽ വെച്ച് കൊടുക്കും. ഈ ചോദ്യം കേട്ട് ഗുരു വളരെ ചിരിച്ചോണ്ട് കൂടി തന്നെയാണ് ആ ഒരു തുള്ളി പഞ്ചസാര എടുത്ത് ആ ശിഷ്യൻ്റെ നാവിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ ശിഷ്യനോട് പറയും, നീ അത് കഴിച്ചോളാൻ. കഴിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കും, അതിനെന്താണ് നിനക്ക് തോന്നിയത്? പറയും, നല്ല മധുരമുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഗുരു ചോദിക്കുകയാണ്, ആ മധുരം എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാമോ എന്ന്. പെട്ടെന്ന് ഉത്തരം പറയാനായിട്ട് വെമ്പൽ കൊണ്ടുവന്ന ശിഷ്യൻ പെട്ടെന്ന് സ്തംഭിച്ചു പോയി. മധുരം എങ്ങനെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? അത് നമുക്ക് അനുഭവിക്കാനല്ലേ സാധിക്കുകയുള്ളൂ. ഓർത്ത് നോക്കിക്കേ, മധുരം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഈശ്വരൻ. നമുക്ക് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ഈശ്വരനെ കാണിക്കാൻ പറ്റത്തില്ല. അവിടെ ആത്മോപദേശ ശതകത്തിൽ 96-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അനുഭവിയാതറിവിൽ അഖണ്ഡമാം ചിത് ഘനമിത് മൗന ഘനാമൃതാബ്ദാകും. അതാണ് നമുക്ക് അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ. അപ്പോൾ ഈശ്വരനെ നാം അനുഭവിക്കണം, നമ്മുടെ മക്കളെ അനുഭവിപ്പിക്കണം. അതിനായിട്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഈ ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ. ഈശ്വരൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ എന്നെ ക്ഷണിച്ച നമ്മുടെ രഞ്ജിത്ത് ചേട്ടനും ഇവിടുത്തെ ശാഖാപ്രതിനിധികൾക്കും എന്നെ ഇവിടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ അമ്മമാർക്കും, എല്ലാ ചേട്ടന്മാർക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. 19-ാം തീയതി, നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ച അദ്ദേഹം എത്തുമെന്നും 20-ാം തീയതി നമുക്ക് വസ്തു നമ്മുടെ പേരിലേക്കാക്കി മാറ്റാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അടുത്ത ചതയത്തിന് മുമ്പായി നമുക്ക് അതിൻ്റെ ഒരു മഹാഗുരു സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. തീരാൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇന്ന് ഈ ചതയ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഇന്നും എപ്പോഴും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.